ഹലോ നമസ്കാരം. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പറയാൻ പോണത് എല്ലാ വീടുകളിലും മൈക്രോവേവ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സാധാരണയായിട്ട് ഇപ്പോൾ ഒരു വീട്ടിൽ പോലും മൈക്രോവേവൻ ഇല്ലാത്തില്ല. അപ്പോൾ മൈക്രോവേവൻ എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് ഞാൻ കാണിച്ചുതരാം. എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ മൈക്രോവേവ് എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന്. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ മൈക്രോവേവൻ ആദ്യമായിട്ട് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ മൈക്രോവേവൻ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് മൈക്രോവേവനും പാകണ പാത്രങ്ങൾ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ചിലർ ചോദിക്കാറുണ്ട് എന്തൊക്കെ പാത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റും, എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ. പിന്നെ മൈക്രോവേവിനകത്തുള്ള പാത്രങ്ങൾ കാര്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് കുറച്ച് പാത്രങ്ങൾ കിട്ടും. ഞാനത് കാണിച്ചു തരാം നിങ്ങളെ. ഇപ്പോൾ നമ്മൾ മൈക്രോവേവൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു പാത്രം കിട്ടും. ഈ പാത്രം ഒരിക്കലും മൈക്രോവേവിൽ വയ്ക്കാൻ പറ്റില്ല. ഇത് നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് മാത്രമായിട്ട് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. പിന്നെ ബേക്ക് ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ ഇതുപോലത്തെ മെറ്റലിൻ്റെ പാത്രം ഒരിക്കലും നമ്മൾ മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഇതുപോലത്തെ പാത്രം കിട്ടും. ഇതുപോലത്തെ പ്ലാസ്റ്റിക്. ഇത് നമ്മൾ ചായ ഉണ്ടാക്കുക, മിൽക്ക് കൊണ്ട് തിളപ്പിക്കുക, ഇതുണ്ട്. ഇതുപോലത്തെ ഒരു പാത്രം എല്ലാം ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതുണ്ട്. ഇതുപോലെ രണ്ട് പാത്രം ഉണ്ടാകും ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ടുള്ള. അപ്പോൾ ഇതുണ്ട്. ഇത് നമുക്ക് പാല് തിളപ്പിക്കാം, പിന്നെ ചായ ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടുള്ള ഇതാണിത്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇഡ്ഡലിയുടെ ബാറ്റർ നിറച്ച് ഇതിനകത്ത് വെച്ചിട്ട് സാധാരണ ഇഡ്ഡലി പാത്രത്തിൽ വെക്കണ പോലെ തന്നെ ഇഡ്ഡലിയുടെ ബാറ്റർ എടുത്ത് ഇതിൽ എണ്ണ പറ്റിയിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞ് ഈ പാത്രത്തിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ വയ്ക്കുക. അത് കഴിഞ്ഞ് ഇത് കണ്ടൊന്ന് മൂടുക. ഇതിന് ഇതിൻ്റെ സൈഡിൽ കണ്ടോ, ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഹോളുണ്ട്. ഈ ഹോളിൽ കൂടെ എയർ പൊക്കോളും. അപ്പം നമ്മളിതേ ഇഡ്ഡലി വെച്ചിട്ട് ഇങ്ങനെ മൂടി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ ഹോളിൽ കൂടെ എയർ പോയിട്ട് ഇഡ്ഡലി വെന്തോളും. ഒരു 5 മിനിറ്റ് നേരം വെച്ചാൽ മതി. ഹൈ പവറിൽ ഒരു 5 മിനിറ്റ് നേരം മൈക്രോവേവ് ചെയ്താൽ നമുക്ക് ഇഡ്ഡലി റെഡിയായിട്ട് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ഇതുപോലെ ഒരു പാത്രം കിട്ടുന്നുണ്ടാവും. അത് എല്ലാ കമ്പനിക്കാരും ഇല്ല, ചില കമ്പനിക്കാർ ഇതുപോലെ ഒരു പാത്രം കിട്ടുന്നുണ്ടാവും. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ അരി വെക്കണം, അരി വയ്ക്കുക, ചോറ് വയ്ക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ടുള്ളൊരു പാത്രം കിട്ടും. അപ്പോൾ ഈ പാത്രങ്ങളെല്ലാം നമുക്ക് പ്ലാസ്റ്റിക് പാത്രങ്ങളെല്ലാം നമുക്ക് മൈക്രോവേവിൽ വയ്ക്കാം. പിന്നെ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലത്തെ മെറ്റലിൻ്റെ പാത്രം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ കേക്ക് ഡിഷൊക്കെ കിട്ടും. അതൊക്കെ നമുക്ക് ഇതിൽ കൺവെൻഷനിൽ കേക്ക് ഉണ്ടാക്കാൻ വെക്കാനുള്ളതാണ്. നമുക്ക് ഗ്രില്ല് ചെയ്യാനാകുമ്പോൾ എപ്പോഴും ഈ പാത്രം വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്യാവുള്ളൂ. പ്ലാസ്റ്റിക് പാത്രം വെക്കാൻ പാടില്ല. ഗ്രില്ല് ചെയ്യാൻ നേരത്ത് ഇതുപോലെ ഈ മെറ്റലിൻ്റെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന പാത്രം മാത്രമാണ് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് മൈക്രോവേവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇതുപോലത്തെ ഗ്ലാസിൻ്റെ പാത്രങ്ങൾ കടയിൽ കിട്ടും. അത് സാധാരണ പാത്രമല്ല, ചില മൈക്രോവേവിൽ വെക്കാൻ പറ്റുന്ന നല്ല കമ്പനികളുടെ പാത്രങ്ങൾ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലത്തെ പാത്രങ്ങൾ കിട്ടും. ഇത് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് കുക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ നമുക്ക് ചൂടാക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് വെക്കാൻ പറ്റും. ഇങ്ങനത്തെ പാത്രങ്ങൾ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അത് നല്ല കമ്പനികളുടെ മൈക്രോവേവ് സേഫാണെന്ന് അതിൽ എഴുതിയിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് വാങ്ങിക്കുക. മിക്കവാറും ഇപ്പോൾ എല്ലാ കടകളിൽ സൂപ്പർ മാർക്കറ്റുകളുടെ ഒക്കെ കിട്ടുന്ന ഒരു സാധനമാണത്. പിന്നെ നമുക്ക് ഓവൻ നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാധനമാണ്. കണ്ടോ, ഇതുപോലെ 2 സാധനം കിട്ടും. ഒന്നൊരു ഹൈറ്റ് കൂടിയത് കണ്ടോ, ഇതുപോലെ ഹൈറ്റ് കൂടിയൊരു സാധനം കിട്ടും. ഇതുപോലെ ഹൈറ്റ് കുറഞ്ഞൊരു സാധനം കിട്ടും. ഈ ഹൈറ്റ് കുറഞ്ഞ സാധനം നമ്മൾ ബേക്ക് ചെയ്യാൻ നേരത്ത്, ഇപ്പോൾ കൺവെൻഷൻ മൈക്രോവേവ് ആണെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ അകത്താണ് വെക്കേണ്ടത്. ഈ പൊക്കം കുറഞ്ഞ സ്റ്റാൻഡിലാണ് വെക്കേണ്ടത്. അപ്പോൾ കൺവെൻഷനിൽ ചൂട് എല്ലായിടത്തോടെയും വരും. അപ്പോൾ നമുക്ക് ഇത് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കണേ. പിന്നെ ഗ്രില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാലിന് ഹൈറ്റ് കൂടി ഇത് വെക്കണം. കാരണം വെച്ചാൽ ഗ്രില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ഓവൻ്റെ മോൾ ഭാഗത്തുനിന്ന് മാത്രമാണ് ചൂട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മളത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചേർന്നിരുന്നാലാണ് നന്നായിട്ട് ചൂട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് ഈ ഹൈറ്റ് കൂടിയത് വെക്കണം. പിന്നെ ഗ്രില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ഇതൊന്ന്
മറിച്ച് വെക്കണം. കുറച്ച് സമയം നമ്മൾ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പകുതി സമയമാകുമ്പോൾ സെറ്റ് ചെയ്ത സമയത്തിൻ്റെ പകുതി സമയമാകുമ്പോൾ നമ്മളിത് ഒന്ന് ഒരു കൊടിലോ ഒരു സ്പൂണോ എന്തെങ്കിലും എടുത്ത് ഇതൊന്ന് മറിച്ച് വെക്കണം. എന്നാലാണ് ഞാൻ പറഞ്ഞില്ല, മോൾ ഭാഗത്ത് മാത്രമാണ് ഗ്രില്ല് ചെയ്യുമ്പോൾ ചൂടുള്ളൂ. അപ്പോൾ മറ്റേ ഭാഗത്ത് കൂടെ ചൂട് കിട്ടി അത് ഗ്രില്ല് ശരിക്കും ഗ്രില്ലാവണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വെച്ചാക്കണ സാധനം നമ്മൾ ചിക്കനോ എന്ത് സാധനം വെച്ച് വെക്കണമെങ്കിലും അതൊന്ന് മറിച്ച് വെക്കണം. പിന്നെ നമ്മൾ ഓവൻ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതേ ഈ ഒരു സാധനം കിട്ടും. കണ്ടോ, ഈ സാധനം എല്ലാ മൈക്രോവേവിൻ്റെ കൂടെയും കിട്ടുന്നതാണ്. ഈ സാധനം നമുക്ക് ഇപ്പോൾ നമ്മളൊരു ഹോൾ ചിക്കനൊക്കെ നമുക്ക് ഒന്ന് ഗ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിക്കൻ മുഴുവനായിട്ട് മസാലയൊക്കെ പറ്റിയിട്ട് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട്, ഇതൊക്കെ ഞാൻ വേറെ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അത് ഇപ്പോൾ ഞാൻ ഇൻട്രഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. അതിൽ കുത്തിയിട്ട് നമ്മൾ ഇങ്ങനെ ഓവൻ്റെ അകത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കണോ? ഇതില്ലേ ഈ സാധനം ചിക്കൻ ഇതിനകത്ത് വെച്ചിട്ട് ഇതിങ്ങനെ വെക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഉരുണ്ട സാധനം ഇവിടെ ഈ ഇതിലേക്ക് വെക്കണം, പരന്ന സാധനം ഈ സൈഡിലും വെക്കണം. അങ്ങനെയാണ് വെക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ വേറെ ഒരു സാധനം കൂടെ ഉണ്ട്. ഇതിൻ്റെ ചട്ടകമാണ്. ശരിക്കും ഇത് ചട്ടകമായിട്ട് ഉപയോഗിക്കാനുള്ള, വേറെ ഇതിൻ്റെ യാതൊരു ഉപയോഗമില്ല. നമ്മൾ ചിക്കൻ ഫ്രൈ ഇതിനകത്ത് ഓവനിൽ വെച്ച് കഴിയുമ്പോൾ ഗ്രില്ല് ചെയ്ത് നല്ല ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലിങ്ങനെ ഒരു ചട്ടകം പോലെ ഉപയോഗിച്ചിട്ട് ചെയ്യണം, ഇങ്ങനെ എടുക്കാൻ വേണ്ടി. വേറെ ഒരു ഉപയോഗം ഇതിനില്ല. ഇത് നമ്മുടെ ഒരു ചട്ടകപ്പൊടിയിലൊക്കെ ആയിട്ട് ഉപയോഗിക്കണ ഒരു സാധനമാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഓവനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളും നമുക്ക് ഓവൻ്റെ കൂടെ കിട്ടുന്ന സാധനങ്ങളും. പിന്നെ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് കേക്ക് ട്രേ കടയിൽ നിന്ന് വാങ്ങിക്കാം. കേക്ക് ട്രേ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. പിന്നെ ഓവനിൽ എപ്പോഴും ഏത് സാധനം എടുക്കുമ്പോഴും നല്ല ചൂടുണ്ടാവും. അപ്പോൾ എപ്പോഴും ഇതുപോലെ ഒരു ഗ്ലൗസ്, നമ്മൾ കട്ടി കൂടിയ ഒരു ഗ്ലൗസ് നമ്മൾ എപ്പോഴും കഴുകണം. അതുകൊണ്ട് മാത്രമേ എടുക്കാവുള്ളൂ, അല്ലാതെ നമ്മളൊരു സാധനം എടുക്കാൻ പാടില്ല. ഭയങ്കര നല്ല ചൂടുള്ള സാധനം അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അതിന് മാത്രമല്ല ഓവൻ്റെ ആ ചുറ്റുമുള്ള ബോഡിയിലൊക്കെ നല്ല ചൂടുണ്ടാവും. അപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ കൈ എവിടെയെങ്കിലും മുട്ടിയാൽ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു കട്ട് കൂടിയ ഒരു ഗ്ലൗസും നമ്മൾ കയ്യിൽ കഴുകണം. പിന്നെ എനിക്ക് അടുത്തായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതെപ്പോഴും ഓവൻ്റെ നമ്മുടെ വലിയ പ്ലഗിൽ മാത്രമേ കുത്താവുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ ഓവൻ്റെ ആ പ്ലഗ് കുറച്ച് വലുതായ കാരണം കൊണ്ട് നമുക്കതൊന്ന് ചെറുതാക്കാമെന്ന് വിചാരിച്ച് കട്ട് ചെയ്തിട്ട് ചെറിയ പ്ലഗ് ഒന്നും വെച്ച് എക്സ്റ്റൻഷൻ ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ആംബിയറായിട്ടുള്ള കൃത്യമായിട്ടുള്ളത് ഇത് തന്നെ വേണം. അപ്പോൾ അതിൻ്റെ ഓവൻ്റെ പ്ലഗ് വലിയ പ്ലഗ് മാത്രമേ ഉപയോഗിക്കുള്ളൂ, ചെറിയ പ്ലഗ് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എക്സ്റ്റൻഷൻ ബോർഡിൽ ഒരിക്കലും കുത്താൻ പാടില്ല. എക്സ്റ്റൻഷൻ ബോർഡിലും കുത്താൻ പാടില്ല. ഡയറക്റ്റ് അതിൻ്റെ പ്ലഗിൽ മാത്രമാണ് ഉപയോഗിക്കാവുള്ളൂ. ഗ്ലാസ് പാത്രം മേടിക്കുമ്പോൾ നല്ല ഇതിൻ്റെ മാത്രം ഉപയോഗിക്കുക. മൈക്രോവേവിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രം മാത്രം വാങ്ങിക്കുക, അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചൂട് കൂടുമ്പോൾ ഓവനിലിരുന്ന് ചൂട് കൂടുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വാങ്ങിക്കാൻ പാടില്ല. എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ ഗ്രില്ല് ചെയ്യാനൊക്കെ വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഇതിൻ്റെ ഭക്ഷണത്തിൻ്റെ ഇതും വെള്ളാംശം കുറവുള്ള ഭക്ഷണത്തിൻ്റെ കൂടെ കുക്കിംഗ് സമയം വ്യത്യാസം ഉണ്ടായിരിക്കും. അത് നമ്മൾ ഇതിൽ വെക്കുമ്പോൾ ഗ്രില്ല് ചെയ്യാനോ അല്ലെങ്കിൽ കുക്ക് ചെയ്യാനൊക്കെ വെക്കുമ്പോൾ അത് നോക്കിയിട്ട് വേണം വെക്കാനായിട്ട്. വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളതാണെങ്കിൽ കൂടുതൽ സമയം എടുക്കും കുക്ക് ചെയ്യാനായിട്ട്. കുറച്ചേ ഉള്ളെങ്കിൽ കുറച്ച് സമയം എടുക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ചായ, പാല് ഇതൊക്കെ ഓവനിൽ വെക്കും. മൈക്രോവേവിൽ വെച്ചാണ് ചായ, പാല് തിളപ്പിക്കുക, ചായ ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്യണേ. അല്ലെങ്കിൽ നമ്മളൊന്ന് കറി ചൂടാക്കുക, അല്ലെങ്കിൽ എന്തായാലും ചോറ് ചൂടാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സമയത്ത് ലിക്വിഡ് രൂപത്തിലുള്ള സാധനം, കഞ്ഞി, ചോറല്ല കഞ്ഞി, പിന്നെ കറി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചൂടാക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ ഇടയ്ക്കൊന്ന് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു ഹാഫ് കുക്കായി കഴിയും. നമ്മൾ ടൈം ഇപ്പോൾ 5 മിനിറ്റ് വെച്ചാക്കണമെങ്കിൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ആകുമ്പോൾ നമ്മളതൊന്ന് തുറന്നിട്ട് ഓവൻ തുറന്നിട്ടൊന്ന് ഇളക്കി സ്പൂണും കൊണ്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ വെക്കണം. മൈക്രോവേവിൽ ഒരിക്കലും നിങ്ങൾ മെറ്റലിൻ്റെ പാത്രം വെക്കരുത്, അലുമിനിയം ഫോയിൽ ഉപയോഗിക്കരുത്, അലുമിനിയത്തിൻ്റെ പാത്രം ഉപയോഗിക്കരുത്, ഒന്നും ഉപയോഗിക്കരുത്. ഗ്ലാസ് പാത്രം ഉപയോഗിക്കാം. പിന്നെ പ്ലാസ്റ്റിക് പാത്രം എന്ന് പറഞ്ഞാൽ മൈക്രോവേവ് ഓവൻ സേഫ് എന്ന് പറഞ്ഞ പാത്രം നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ ഓവൻ വാങ്ങിക്കുമ്പോൾ അവർ തന്ന പാത്രം മാത്രം ഉപയോഗിക്കുക, വേറെ പാത്രങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ഏത് ഗ്രില്ല് ചെയ്താലും മൈക്രോവേവ് ചെയ്താലും കേക്ക് ഉണ്ടാക്കിയാലും എന്ത് ചെയ്താലും നമ്മൾ
ഇപ്പോൾ ചൂടാക്കുമെന്ന് വെച്ചാൽ ഭക്ഷണം ചൂടാക്കുവാണെങ്കിലും അത് നമ്മളൊരു ഓവനിൽ നമ്മൾ ഇത് ഓഫായി കഴിഞ്ഞു, ഇതടിച്ച് കഴിഞ്ഞാൽ ഓഫായി കഴിഞ്ഞ് നമ്മൾ ആ സാധനം പുറത്തെടുത്ത് വെച്ചു. പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സെറ്റിംഗ് ടൈം ഉണ്ട്. ഒരു 3 മിനിറ്റ് മുതൽ ഒരു 5 മിനിറ്റ് നേരം ഒരു സെറ്റിംഗ് ടൈം കൊടുത്തിട്ട് ആണ് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അതെന്ന് വെച്ചാൽ അതൊരു സെറ്റിംഗ് ടൈമാണ് അതിൻ്റെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇഡ്ഡലി ഓവനിൽ ഉണ്ടാക്കുകയാണെങ്കിലും എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ഗ്രില്ല് ചെയ്താലും എന്ത് ചെയ്താലും നമ്മളൊരു 3 മിനിറ്റ് വരെ അതെടുത്ത് പുറത്ത് വെക്കണം. ആ ഒരു സെറ്റിംഗ് ടൈം 3 മിനിറ്റ് ഉണ്ട്. ആ 3 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, മുട്ട പുഴുങ്ങാൻ പറ്റുമോ ഇതിനകത്തെന്നുള്ളവർ. മുട്ട തൊണ്ടോടുകൂടി പച്ചമുട്ട മൈക്രോവേവിൽ പുഴുങ്ങാൻ പറ്റില്ല. കാരണം വെച്ചാൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് പൊട്ടറ്റോ പുഴുങ്ങാം. പൊട്ടറ്റോ അതുപോലെ തന്നെ മുഴുത്തൊരു സാധനമാണ്, സ്കിന്നുള്ളൊരു സാധനം, കട്ടി കൂടിയൊരു സ്കിന്നുള്ള സാധനമാണ്. പൊട്ടറ്റോ നമുക്ക് മൈക്രോവേവിൽ വേവിക്കാം. പക്ഷേ അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫോർക്ക് എടുത്തിട്ട് പൊട്ടറ്റോയുടെ ഇടയ്ക്കടെ വരെ കുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് മൈക്രോവേവിൽ വേവിക്കാം. പിന്നെ നമ്മൾ ഭക്ഷണം ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു ടൈം ഉണ്ടാവില്ല. നമുക്കറിയാമല്ലോ, ഏകദേശം അത് കുറച്ച് ദിവസത്തെ നമ്മുടെ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് പല സാധനങ്ങളിൽ ഇത് എത്ര സമയം വേണ്ടി വരും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ക്വാണ്ടിറ്റി കൂടുതൽ വെച്ചാൽ കൂടുതൽ സമയം വേണ്ടി വരും, കുറച്ചാണെങ്കിൽ കുറച്ച് സമയം വേണ്ടി വരും. അപ്പോൾ നമ്മൾ മൈക്രോവേവിൽ എപ്പോഴും നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ മിക്കവാറും ഹൈ ടെമ്പറേച്ചറിൽ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൊണ്ട് അത് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളൊരു ഹൈ ടെമ്പറേച്ചറിൽ 5 മിനിറ്റ് വെച്ചാൽ ഇഡ്ഡലി റെഡി ആയിട്ട് കിട്ടും. അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓവൻ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ കടക്കാർ വന്ന് തന്നെ ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ ഇത് 15 ആംപിയറുള്ള ഇതിനകത്ത് സ്വിച്ച് ചെയ്യുക. സ്വിച്ച് ചെയ്തതിന് വെച്ചാൽ ഓണാക്കുക. പിന്നെ നമ്മൾ എന്താണോ കുക്ക് ചെയ്യാനുള്ള, ഗ്രില്ല് ചെയ്യാനോ മൈക്രോവേവ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് കൺവെൻഷനിൽ കേക്ക് ഉണ്ടാക്കാനോ. കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് തന്നെ ബേക്കറി എന്നാണ്. ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാനുള്ളതാണ് കൺവെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കൺവെൻഷൻ മൈക്രോവേവ് വാങ്ങിച്ചാൽ നമുക്ക് അതിനകത്ത് ഒരു OTG ആണ് അത് ശരിക്കും. ഒരു OTG ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് കൺവെൻഷനിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊരു ബേക്കറിയിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് നമ്മൾ ഓവനിൽ വെച്ച് ഒരു OTGയിൽ വെച്ച് ഉണ്ടാക്കേണ്ട അതെല്ലാം നമുക്ക് കൺവെൻഷനിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മൈക്രോവേവ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഓരോ പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് സാധനം ഫുഡ് ഉണ്ടാക്കിയാലും അതിൻ്റെ ഫുഡ് പാർട്ടിക്കിൾസ് എല്ലാം അതിലൂടെ അതിൻ്റെ ബോഡിക്കിടെ എല്ലാം കുറച്ച് പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും അതൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഓവൻ തണുത്ത് കഴിഞ്ഞിട്ട്, ചൂടോടെയല്ല, ഓവനൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു നല്ല തുണിയും കൊണ്ട് ഒരു ചെറിയ തുണിയും കൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു ടിഷ്യൂ പേപ്പറും കൊണ്ട് അതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കണം. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇനി അടുത്ത ഫുഡ് വയ്ക്കുമ്പോൾ നമ്മൾ ഏത് ഫുഡ് ഉണ്ടാക്കിയാലും ചൂടാകുമ്പോൾ മറ്റേ ഫുഡിൻ്റെ മണം ഇതിലേക്ക് വരും. അപ്പോൾ മണം എല്ലാത്തിലേക്കും കൂടെ മറ്റേ നമ്മൾ വയ്ക്കണ ഫുഡിലേക്കും സ്പ്രെഡ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഓവൻ നന്നായിട്ട് തുടച്ചൊന്ന് വൃത്തിയാക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മളുണ്ടാക്കിയ ഫുഡിൻ്റെ പാർട്ടിക്കിൾസ് ഓവൻ്റെ ചുറ്റിലും സൈഡിലും മുകളിലും ഒക്കെ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കും. ഇപ്പോൾ ഞാൻ ആദ്യം ഞാൻ ഒന്നുകൂടെ പറയാം, നമുക്ക് മൈക്രോവേവ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്. നമുക്ക് മൈക്രോ ഓവനിനകത്ത് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഗ്രില്ലിനകത്ത് വെച്ച് റോസ്റ്റ് ചെയ്യാം, ഗ്രില്ല് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സാധാരണ ഓവൻ്റെ അകത്തെല്ലാം ഉള്ള സാധനമാണ്. കുഴച്ചൊക്കെ ഒന്ന് സൂപ്പൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മൈക്രോ ഓവനിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫ്രീസറിൽ നിന്ന് ഒരു സാധനം എടുത്തു, ഫ്രീസറിൽ നിന്ന് എടുത്ത സാധനം ഭയങ്കര ഐസാണ്, നമുക്കപ്പോൾ പുറത്ത് വെച്ച് ഉണ്ടാക്കാൻ വെച്ച ഐസൊന്നും കളയാൻ സമയമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓവനിൽ വെച്ച് ഡീഫ്രോസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ മൈക്രോ ഓവനിൻ്റെ വേറെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിനകത്തൊന്നും നമ്മൾ ഉള്ളിൽ വെച്ച് ഇങ്ങനെ ഇതായിട്ട് ചെയ്യണം. കാരണം കൊണ്ട് അതിൻ്റെ ന്യൂട്രീഷ്യൻസ് ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് അടുപ്പത്ത് വെച്ച് വെക്കണേക്കാളും ന്യൂട്രീഷ്യൻസ് ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് കൺവെൻഷൻ മൈക്രോവേവിലാകുമ്പോൾ നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ കുട്ടികളുള്ള വീട്ടിലാകുമ്പോൾ ബേക്ക് പെട്ടെന്ന് വൈകുന്നേരം സ്കൂൾ വരുമ്പോഴത്തേക്ക് ഒരു ടീ കേക്കോ അല്ലെങ്കിൽ ഒരു കപ്പ് കേക്കോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ അടുത്ത എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അവരൊരു മാനുവൽ തന്നിട്ടുണ്ട്. ഈ മാനുവൽ എല്ലാവരും വായിച്ചു നോക്കണം. ഈ മാനുവൽ വായിക്കാതെ ആരും ഓവൻ ഉപയോഗിക്കാൻ, ഓവനല്ല എന്ത് സാധനം കിട്ടുവാണെങ്കിലും നമ്മൾ ആദ്യം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സാധനങ്ങൾ ആദ്യം വായിക്കേണ്ട ഒരു സാധനം എൻ്റെ മാനുവലാണ്. മാനുവലിൽ അവരെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തോ പിന്നെ നമുക്ക് ഇപ്പോൾ ഓവനൊക്കെ ഓണാക്കി കഴിയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് അവർ ഇതിനകത്ത് എഴുതി കാണിക്കുകയാണെങ്കിൽ തന്നെ എന്താണെന്ന് അറിയണമെങ്കിൽ ഓവൻ ഇതിൻ്റെ മാനുവലിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് എന്തൊക്കെ ചെയ്യരുത് ചെയ്യുക എന്നെല്ലാം മാനുവൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് വായിക്കണം. എല്ലാ വീട്ടമ്മമാരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിലേക്ക് എന്ത് ഗൃഹോപകരണം വാങ്ങിച്ചാലും അതിൻ്റെ
മാനുവലൊന്ന് വായിക്കാനായിട്ടൊന്ന് ശ്രമിക്കണം. അപ്പം ഇതാണ് എൻ്റെ മൈക്രോ ഓവൻ. ഇത് LGD ആണ്. പിന്നെ പല മൈക്രോ ഓവനുകൾക്കും കുക്കിംഗ് ടൈം ഇതൊക്കെ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ പാത്രങ്ങൾ ഉപയോഗിക്കുക മറ്റേ ബാക്കി ഇതെല്ലാം സെയിം തന്നെയായിരിക്കും. ചില ആളുകൾക്ക് കുക്കിംഗ് ടൈം ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. പിന്നെ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പുതിയ സാധാരണ എല്ലാ ഓവൻ വാങ്ങിക്കുമ്പോഴും നമുക്കൊരു കുക്കറി ബുക്ക് കിട്ടാറുണ്ട്. ഈ കുക്കറി ബുക്കിനകത്ത് നമുക്ക് ഇന്ത്യൻ മെനു, ചപ്പാത്തി ഇതങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പല മെനുകളുടെ ഇത് വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ കുക്കറി ബുക്ക് കിട്ടണില്ല. അതിന് പകരമായിട്ട് അവർ കൊടുത്താക്കണത് ഇതാണ്. സ്കാൻ ചെയ്താൽ മതി. ഇതിൽ സ്കാൻ ചെയ്താൽ നമുക്ക് ഓവനിലുണ്ടാക്കാൻ പറ്റുന്ന ഫുഡുകളുടെ എല്ലാം കിട്ടും. ഇപ്പം അങ്ങനെയാണ് വരുന്നത്. പിന്നെ അത് ഇവിടെ കണ്ടോ, ഈ നമ്മൾ ഓവൻ തുറന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ മോൾ ഭാഗത്ത് ഇങ്ങനെ കുറേ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറുകളിൽ നമ്മൾ ഓവനിൽ ഇവിടെ ഇങ്ങനെ ഞെക്കുമ്പോൾ നമുക്ക് ഏത് മെനു ആണോ നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കണേ ആ മെനുകളുടെ എല്ലാം നമുക്ക് കിട്ടും. ഇതിൽ ഞെക്കിയാൽ മതി. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റാർട്ട് ബട്ടൺ, ഈ മെനു ഇവിടെ ഇതുണ്ട്, ഇതിനകത്ത് കൊടുക്കുക. നോക്കി കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം ഞെക്കുമ്പോൾ ഈ നമ്പർ വരും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ഓൺ ആക്കിയാൽ മതി. വേറെ സെറ്റിംഗ് ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ സമയമെല്ലാം കറക്റ്റായിട്ട് വരും. ഇത്രയാണ് ഒരു ഓവനെ പറ്റി നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു ഓവനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാനായിട്ടുള്ളത്. ഇതിപ്പോൾ പിന്നെ ഒരിക്കലും ഈ പ്ലേറ്റ് മാറ്റാൻ പാടില്ല. ഈ പ്ലേറ്റ് ഇല്ലാതെ ഒരിക്കലും ഓവൻ ഉപയോഗിക്കാൻ പാടില്ല. എന്ത് സാധനം നമ്മൾ ഗ്രില്ല് ചെയ്താലും ബേക്ക് ചെയ്താലും മൈക്രോവേവ് ചെയ്താലും എന്തായാലും ഈ പ്ലേറ്റ് വേണം. ഈ പ്ലേറ്റ് ഇതിങ്ങനെ കറങ്ങിയാണ് സാധനങ്ങൾ കണ്ടത്. ഇതിങ്ങനെ കറങ്ങി പോകും. നമ്മൾ ഓണാക്കുമ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കറങ്ങി പോകുമ്പോഴാണ് നമ്മുടെ ഫുഡിൻ്റെ എല്ലായിടത്തോട്ടും ചൂടൊക്കെ എടുത്ത് ഇത് കുക്കാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം ഒരിക്കലും മാറ്റി വയ്ക്കാൻ പാടില്ല. എന്ത് പാത്രം വെച്ചാലും ഗ്രില്ല് ചെയ്താലും ബേക്ക് ചെയ്താലും കൺവെൻഷൻ ചെയ്താലും എന്ത് ചെയ്താലും നമ്മൾ ഇത് വെച്ചാകണം. ഇതിൻ്റെ മുകളിലാണ് അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള ഇത് കണ്ടോ, ഇത് നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള പൊക്കം കൂടിയ ട്രേയാണ്. അപ്പോൾ ഈ ട്രേ വെക്കുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ പ്ലേറ്റ് വെച്ചിട്ട് ഈ പ്ലേറ്റിൻ്റെ മുകളിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുവാണെങ്കിൽ അതിനകത്തുള്ള മസാല കൊഴുപ്പൊക്കെ താഴോട്ട് വീഴുമ്പോൾ ഈ ട്രേയിലേക്ക് വീണോളും. നമ്മൾ അതിന് വേണ്ടിയിട്ട് വേറെ താഴെ പാത്രമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഈ ട്രേയിലേക്ക് വീഴും. അപ്പോൾ ഈ ട്രേ എടുത്ത് നമുക്കിത് എടുക്കാൻ പറ്റുന്നതാണ്. ഇതെടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് തുടച്ച് വൃത്തിയാക്കി നമുക്ക് വീണ്ടും വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ട്രേ ഒരിക്കലും മാറ്റാൻ പാടില്ല കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഒരു മൈക്രോവേവിനെ പറ്റി അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ബാക്കിയൊക്കെ ഞാൻ പിന്നെ ഓരോരോ സാധനങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്രയാണ് എനിക്ക് ഓവനെ പറ്റിയിട്ട് ഇപ്പോൾ ഒരു ഫസ്റ്റ് ഇതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇപ്പോൾ ഒത്തിരി പേരെന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഓവൻ ഞാൻ ഉപയോഗിക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെ ഉപയോഗിക്കണം. ഞങ്ങളുടെ വീട്ടിലൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് വെറുതെ ഇരിക്കുക. പിന്നെ എനിക്ക് വേറെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓവൻ്റെ മുകളിൽ ഒരിക്കലും എല്ലാവരും ചെയ്യണം. ഞാൻ പല വീടുകളിലും ചെന്നപ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഓവൻ്റെ മുകളിൽ ഒരു ടർക്കിയോ ഒരു തുണിയോ എന്തെങ്കിലുമൊക്കെ വിരിച്ചിടുക. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഷോയ്ക്കൊരു സാധനം എടുത്തേക്കും. ഒരിക്കലും നമ്മൾ ഓവൻ്റെ മുകളിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ചെയ്യണതിന് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ സാധനം എടുത്ത് മാറ്റണം. കാരണം എന്ന് വെച്ചാൽ ഓവൻ്റെ മുകളിൽ കുറേ ഹോളുകളുണ്ട്. ആ ഹോളിൽക്കൂടെയാണ് ചൂട് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ മൂടി വെച്ചാൽ ചൂട് പുറത്തേക്ക് പോകാൻ പറ്റാതെ ഓവർ ഹീറ്റിംഗ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓവൻ്റെ മുകളിൽ തുണി ഇടുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതെടുത്ത് മാറ്റണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് കുറച്ച് സൈഡിലും ബാക്കിലൊക്കെ കുറച്ച് ചൂട് പോകാൻ ഇതിനൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലം വേണം. ഒരു ബാക്കിലാണെങ്കിലും നമ്മൾ ഓവൻ വയ്ക്കുമ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ മുമ്പിലേക്ക് കയറ്റി വയ്ക്കാവുള്ളൂ. ഭിത്തിയോട് ചേർത്ത് ഒരിക്കലും വയ്ക്കാൻ പാടില്ല. ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മൈക്രോ ഓവൻ ഉപയോഗിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ശരിക്കും മൈക്രോ ഓവൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസിനേക്കാളൊക്കെ വില കുറച്ച് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഫുഡൊക്കെ റെഡിയാക്കി വെച്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് ഓവനൊക്കെ ഓണാക്കാൻ പറ്റുള്ളൂ. നമ്മൾ കറണ്ടിൻ്റെ എന്ത് സാധനം ഉപയോഗിക്കുമ്പോഴും ആദ്യം നമ്മൾ കറിയാണേലും പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓവനിൽ നമുക്ക് ചോറ് വയ്ക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പുഴുക്കലരി ഒന്നും വെക്കാൻ പറ്റില്ല. പുഴുക്കലരി അതോ വേവ് കൂടിയ അരിയൊന്നും വെക്കാൻ പറ്റില്ല. നമുക്ക് പച്ചരി വയ്ക്കാം, ബസുമതി അരി വയ്ക്കാം. നമുക്കിപ്പോൾ ഒരു പുലാവ് ഉണ്ടാക്കണം, ഒരു ഇത് വെക്കണം, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം, ഒരു ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ബസുമതി അരി അല്ലെങ്കിൽ പച്ചരി, നമ്മൾ ഈ
അപ്പോൾ അത് വെക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 15 മിനിറ്റ് നേരം കുതിർത്തി വെക്കുക. ഒരു 15 മിനിറ്റ് നേരം കുതിർത്തിയിട്ട് മാത്രമാണ് ഓയിലിൽ വെക്കിച്ച് വേവിക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ അരിയുടെ ഉള്ളു വേവില്ല, പുറം മാത്രം ശരിക്കും വെന്ത് കിട്ടുള്ളൂ. ഉള്ളും കൂടെ ശരിക്കും നമുക്ക് വെന്ത് കിട്ടണമെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അരി എപ്പോഴും ഒരു 15 മിനിറ്റ് നേരം കുതിർത്തി വെക്കുക. അതുപോലെ ചെയ്യുക. പിന്നെ അപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഞാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ ഓരോ ഫുഡ് ഉണ്ടാക്കി വീഡിയോ ഇടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മൈക്രോവേവിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാം. അപ്പം അതുകൊണ്ട് താങ്ക് യു.